തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വീണ്ടും കത്തുന്നു, പുകയുന്നു, എരിയുന്നു. അവിടെ 20ഓളം പേരെയാണ് ഇന്നലെ നേരത്തെ ഇറക്കിയ ലിസ്റ്റിൽ നിന്ന് മാറ്റിയത്. ആ ലിസ്റ്റിൽ മന്ത്രി ഇടപെട്ടു. അപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണഘടനാ സ്ഥാപനമാണെന്നും അതിന് സ്വതന്ത്രമായി അവിടെ മെമ്പർമാരെയും പ്രസിഡന്റിനെയൊക്കെ തീരുമാനിക്കാൻ ഗവൺമെൻറ്റിന് അവകാശമുണ്ടെങ്കിലും അതിൻ്റെ ദൈനംദിന ഭരണത്തിൽ മന്ത്രിക്ക് ഇടപെടാൻ അവകാശമില്ല എന്ന് പറഞ്ഞൊരു തർക്കം നടക്കുന്നു. മുരളീധരൻ്റെ മന്ത്രിയുടെ ആയി ബന്ധപ്പെടുത്തി ദേവസ്വം ബോർഡിലെ നിയമന വിവാദത്തിൽ ആരോപണ വിധേയർക്ക് സ്ഥാനം മാറ്റം നൽകിക്കൊണ്ടുള്ള പുതിയ ഉത്തരവ് പുറത്തിറങ്ങിയെങ്കിലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT ചോദ്യം ചെയ്ത മുൻ ദേവസ്വം ക്ലർക്ക് ശ്യാം പ്രകാശിനെ കൊട്ടാരക്കര അസിസ്റ്റന്റ് ഓഡിറ്ററായി മാറ്റി നിയമിച്ചു. ശ്യാം പ്രകാശിന് വള്ളിയങ്കാവ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തസ്തികയിലായിരുന്നു നേരത്തെ നിയമനം നൽകിയിരുന്നത്. ദേവസ്വം ആസ്ഥാനത്ത് വിജിലൻസ് ഓഫീസറായി നിയമിച്ച വിഷ്ണു JS മുണ്ടക്കയം അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണറായി മാറ്റി നിയമിച്ചു. കോൺഗ്രസ് അനുകൂല സംഘടന മുഴുവൻ ആവശ്യങ്ങളും പരിഗണിച്ച് ആദ്യ പട്ടികയിൽ 20 നിയമനങ്ങളിൽ ഭേദഗതി വരുത്തിയാണ് പുതിയ ഉത്തരവ്. പക്ഷേ ഇതിലൂടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഒരു ക്ഷീണമുണ്ടായിട്ടുണ്ട്. അദ്ദേഹം രാജിവെക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. കളങ്കിതരായവരെ ഒഴിവാക്കിയുള്ള നിയമനം ആവശ്യപ്പെട്ട് ദേവസ്വം മന്ത്രി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയകുമാറിന് കത്ത് നൽകിയിരുന്നു. അങ്ങനെ ഒരു കത്ത് നൽകാൻ അവകാശമുണ്ടോ എന്നുള്ള ചർച്ചയും വളരെ ഗൗരവമായി എയറിലുണ്ട്. ഈ നിർദ്ദേശം പരിഗണിച്ചാണ് പ്രത്യേക ബോർഡ് ചേർന്ന ആദ്യ നിയമനങ്ങളിൽ മാറ്റം വരുത്തി പുതിയ ഉത്തരവിറക്കിയത്. പക്ഷേ അങ്ങനെ പുതിയ ഉത്തരവിറക്കുമ്പോൾ അതിൽ നിയമപരമായ സാധ്യതയുണ്ടോ, ആരെങ്കിലും ഇനി കോടതിയിൽ പോകുമോ? എന്തായാലും ജയകുമാർ പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് അംഗമായിട്ടുള്ള പഴയ മന്ത്രി P രാജുവും പഴയ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി CPIയുടെ കൊല്ലത്ത് പുനലൂരിൽ നിന്നുള്ള മന്ത്രി P രാജു, ഇപ്പോൾ അത് MLA അല്ല, P രാജുവും അതുപോലെ മറ്റൊരു ദേവസ്വം ബോർഡ് മെമ്പറുമൊക്കെ ഇടതുപക്ഷത്തിൻ്റെ നോമിനികളാണ്. അവരെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു മെസ്സേജും മുരളീധരൻ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ കൃത്യമാണ് കാര്യങ്ങൾ. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അസ്വസ്ഥനാണ്, മുരളീധരൻ മന്ത്രിയും അസ്വസ്ഥനാണ്. അങ്ങനെ രണ്ട് കൂട്ടരും അസ്വസ്ഥനായ ഒരു മന്ത്രിയും ആ മന്ത്രിയുടെ വകുപ്പിലെ ഒരു സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റും അസ്വസ്ഥരായി പോകുന്നത് ശരിയല്ല. വലിയ വാർത്തകളാണ് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ജയകുമാർ രാജിവെക്കും എന്ന്, പക്ഷേ രാജിവെച്ചിട്ടില്ല. രാജിവെക്കുമെന്നുള്ള വാർത്തകൾ വരുന്നു. ഇതിൻ്റെ നിജസ്ഥിതി നമുക്കറിയത്തില്ല. പക്ഷേ ഇവിടെ തെറ്റൊന്നും ആരും ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് രാജിയുടെ പ്രശ്നമൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരു ലിസ്റ്റ് ഇറങ്ങി, ലിസ്റ്റിലൊരു അപാകത കുറച്ച് പേര് ചൂണ്ടിക്കാണിച്ചു, ലിസ്റ്റ് മാറ്റി. ധാരാളമായിട്ട് സംഭവിക്കുന്നതാണ്. സെക്രട്ടേറിയറ്റിലൊക്കെ 100 കണക്കിന് സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലായിടത്തും ഒരു ലിസ്റ്റ് ഇറക്കിയാൽ ലിസ്റ്റിൽ അപാകത ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ലിസ്റ്റ് പരിഷ്കരിക്കും. അതിനകത്ത് തെറ്റൊന്നുമില്ല. അപ്പോൾ ഭരണകക്ഷി യൂണിയൻകാർ വേറെ അഭിപ്രായം പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് അതുകൂടി പരിഗണിച്ച് പുതിയ ലിസ്റ്റ് വന്നു. അതിൽ മന്ത്രി കത്ത് കൊടുത്തിടത്താണ് ചെറിയ ഒരു അസ്വസ്ഥത കിടക്കുന്നത്. മന്ത്രിക്ക് കത്ത് കൊടുക്കാൻ അവകാശമില്ലെങ്കിൽ ഒരിക്കലും മന്ത്രി കത്ത് കൊടുക്കില്ല. പക്ഷേ അത് ദേവസ്വം ബോർഡ് പോലുള്ള സംവിധാനത്തിൽ കൊടുക്കുമ്പോൾ അതിനകത്ത് ചില തർക്കങ്ങളും വഴക്കുകളുമൊക്കെ നടക്കുന്നു. നമുക്കിത് കാത്തിരുന്ന് കാണാം എന്താണ് നമ്മൾ സംഭവിക്കുകയെന്ന്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ കാലാവധിയുണ്ട്. അദ്ദേഹത്തിന് 2 വർഷമാണ് കാലാവധി കൊടുത്തത്. ഇത് ഗവൺമെൻറ്, അതായത് സ്വർണ്ണക്കൊള്ള, ശബരിമല സ്വർണ്ണക്കൊള്ള കൊടുമ്പിരിയിൽ കൊണ്ടിരുന്നപ്പോഴാണ് PS പ്രശാന്തിൻ്റെ കാലാവധി നീട്ടിക്കൊടുക്കാതെ പകരം ജയകുമാറിന് കാലാവധി കൊടുത്തത്. 2 വർഷത്തേക്കാണ്. അപ്പോൾ അതിനായിട്ടില്ല. ഇനി 1.5 വർഷത്തോളം കാലാവധിയുണ്ട്. അതിനിടയിൽ ജയകുമാർ രാജിവയ്ക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ വിശ്വാസി സമൂഹവും ഹൈന്ദവരുമൊക്കെ അന്വേഷിക്കുന്ന മറ്റൊരു പ്രധാന വിഷയം. രാജിവച്ചാലും അത്ഭുതമില്ല എന്നുള്ള നിലയിൽ ഒരുപാട്, രാജിവച്ചു എന്നുള്ള നിലയിൽ തന്നെ ഒരുപാട് ഫോൾഡറുകളിലും ചാനലുകളിലുമൊക്കെ വാർത്തകൾ വന്നു തുടങ്ങി. ജയകുമാർ രാജിവയ്ക്കുമോ, അതോ ഈ സമ്മർദ്ദം ഇന്നലെ വന്നത് സമ്മർദ്ദമായി കണക്കാക്കുമോ, ഒരു നിർദ്ദേശമായി കണക്കാക്കുമോ, എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും 2 വർഷം അദ്ദേഹത്തിന് കാലാവധിയുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ അല്ലാതെ ഒന്നുകിൽ ഗവൺമെൻറ് പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ കാലാവധി 5 വർഷമുണ്ടായിരുന്നത് 3 വർഷമാക്കിയതുപോലെ 1 വർഷമാക്കണം. അങ്ങനെ നിയമം വല്ലതും കൊണ്ടുവന്നാലേ ജയകുമാറിന് 1 വർഷം മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞാൽ മാറ്റാൻ കഴിയുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഒരു ഗവൺമെൻറ് വെച്ച ആളിന് അടുത്ത ഗവൺമെൻറ് പീരീഡ് ഉണ്ടെങ്കിൽ മാറ്റാൻ കഴിയില്ല. അത് 2 വർഷത്തേക്ക് ഒരു ഓർഡർ കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ജയകുമാറിനെ മാറ്റൽ എളുപ്പമല്ല. പക്ഷെ അദ്ദേഹം സ്വയം രാജിവെക്കുമോ എന്നുള്ളതാണ് വലിയൊരു ചോദ്യം. രാജിവെക്കാനും വയ്ക്കാതിരിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ രാജിവെച്ചു എന്നാണ് സോഷ്യൽ മീഡിയ പറഞ്ഞ് പരത്തുന്നത്. ശരി തെറ്റുകൾ നമുക്കറിയില്ല. എന്തായാലും ജയകുമാർ ഒരു കടുത്ത സമ്മർദ്ദത്തിലാണ് എന്നുള്ളതാണ് അവസാനമായി പുറത്തു വരുന്ന വാർത്ത.